മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാൻ പുനെ കോടതിയുടെ നിർദ്ദേശം. സവർക്കറെ ആക്ഷേപിച്ചെന്ന പരാതിയിലാണ് നടപടി. ഡിസംബർ 2-ന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേരുകയാണ്. ഷപ്ന, സവർക്കറുടെ ബന്ധു നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ നടപടി. ഈ ബന്ധുവിന്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയായിരുന്നു. ലക്ഷ്മി, രാഹുൽ ഗാന്ധി വി.ഡി. സവർക്കറെ കുറിച്ച് 2023 മാർച്ച് 5-ന് ലണ്ടനിൽ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ സവർക്കറുടെ ചെറുമകൻ സത്യകി സവർക്കറാണ് 2023 ഏപ്രിലിൽ കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ പൂനെയിലെ എംപിമാർക്കും MLA-മാർക്കുമുള്ള പ്രത്യേക കോടതിയാണ് നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. നേരത്തെ സമൻസ് അയച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നേരിട്ട് ഹാജരാകണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നത്. രാഹുൽ ഗാന്ധി അന്ന് ലണ്ടനിൽ നടത്തിയ പ്രസ്താവനയിൽ അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് താൻ 5 or 6 സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരിക്കൽ ഒരു മുസ്ലിമിനെ അടിച്ചു എന്ന് വി.ഡി. സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ സന്തുഷ്ടനായി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. എന്നാൽ സവർക്കർ ഇത് ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല എന്നാണ് ഈ ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ പൂനെ കോടതി നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഷപ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. ലീഗൽ ഡെസ്കിൽ നിന്നും മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം.